ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ മെഡിസിൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു. ഭയങ്കര വലിയ റിലീഫായിരുന്നു അമ്മയ്ക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 7 മാസം പിന്നിടുമ്പോൾ 2500 ടാബ്ലറ്റ്സ് കഴിക്കേണ്ടെന്നൊരു സാഹചര്യമാണ് ഇല്ലാതായിരിക്കുന്നത്. മാത്രമല്ല പുള്ളിക്കാരത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുകയും ആഹാരമൊക്കെ ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുകയും കൂടുതൽ ആക്റ്റീവായിരിക്കുകയും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ചികിത്സാരീതി വന്ന് അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായതിന് ശേഷം പഠിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. ഇതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇതൊരു വെറും വാക്കായിട്ട് കേൾക്കണ്ട. നിങ്ങൾ അസുഖമുള്ള ഫാമിലിയിലുള്ള ആൾക്കാരെയോ നിങ്ങൾ തന്നെയോ വരിക, മെഡിസിൻസ് നിർത്തുക, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിൻ്റെ ബെനിഫിറ്റ് സ്വയം തിരിച്ചറിയുക. അതിനുശേഷം ഞാൻ അക്യുപഞ്ചർ അക്കാഡമിയെക്കുറിച്ച് അറിയുന്നത് വളരെ ആക്സിഡൻ്റലായിട്ടാണ്. ഒരു ശ്വാസമുട്ടുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു ഓൾട്ടർനേറ്റീവ് മെഡിസിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ചികിത്സാ രീതിയെക്കുറിച്ച് അറിയുകയും എന്നാൽ അതൊന്ന് പോയി പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഓഫീസിൻ്റെ അടുത്തുള്ള അക്യുപഞ്ചർ സെൻറ്ററിലേക്ക് പോവുകയും അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് സ്വീകരിക്കുകയും ചെയ്തു. ഞാൻ റെഗുലറായിട്ട് പഫ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. സെറോഫ്ലോ 250 ആണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഞാൻ യാത്ര ചെയ്യുന്ന വാഹനത്തിലും എൻ്റെ ഓഫീസിലും എൻ്റെ വീട്ടിലും ഒക്കെ ഞാനിത് വെച്ചേക്കും. എവിടെയെങ്കിലും ഒരെണ്ണം എടുക്കാൻ മിസ്സായി കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലായിടത്തും ഞാൻ എത്തുന്ന എല്ലാ സ്ഥലത്തും ഞാൻ വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് ഉപയോഗിച്ച് തൽക്കാല ആശ്വാസം കിട്ടി. ഈ 24 hours കഴിയുമ്പോൾ വീണ്ടും ഇതേ ബുദ്ധിമുട്ട് വീണ്ടും വരികയും വീണ്ടും ഇത് നിരന്തരം ഉപയോഗിക്കേണ്ടുന്നൊരു സാഹചര്യം വർഷങ്ങളായിട്ട് നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഓൾട്ടർനേറ്റീവ് മെഡിസിനിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അവിടെ ചെന്നു. 1-2 പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് എടുത്തു. ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ മെഡിസിൻ ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്തോടൊരു പൂർണ്ണമായിട്ടുള്ള വിശ്വാസം വരാത്തത് കൊണ്ടാണ് അക്യുപഞ്ചർ എടുക്കുമ്പോൾ തന്നെ ഈ മെഡിസിനും വല്ലപ്പോഴും ശ്വാസം മുട്ട് വരുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ട്രീറ്റ്മെൻറ്റ് തന്ന അദ്ദേഹം കമറുദ്ദീൻ സാർ പറഞ്ഞത് ഇതെടുക്കുന്ന സമയത്ത് ഇത് അഗ്രവേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അത് അഗ്രവേറ്റ് ആയി. ഏകദേശം ഒരു 2 മാസത്തോളം ഞാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് സാധാരണ പഫ് യൂസ് ചെയ്യുന്ന സമയത്ത് അനുഭവിക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. പക്ഷേ അതൊരു എലിമിനേഷൻ പ്രോസസ്സാണെന്ന് അദ്ദേഹം എന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിലധികമായിട്ട് ഞാൻ ആ മെഡിസിൻ യൂസേജ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സ്വയം അനുഭവിച്ച് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ മരുന്നൊന്നും ഇല്ലാതെ തന്നെ ഇങ്ങനെ നടക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള ചികിത്സാ രീതിയെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള താല്പര്യത്തിൽ ഞാൻ കോഴ്സിന് ചേരാമെന്ന് തീരുമാനിച്ചത്. എനിക്ക് സൗഖ്യമായതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഇനിയും മറ്റുള്ളവരിലേക്ക് പോകണം എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് ഏകദേശം 38 വർഷമായിട്ട് മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയും ഞാനിതിലേക്ക് കൊണ്ടുവന്നു. അമ്മയ്ക്ക് 2 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞതാണ്. ഏകദേശം 38 വർഷമായിട്ട് ഒരു ദിവസം 10ഓളം ടാബ്ലറ്റ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. എൻ്റെ ശ്വാസം മുട്ട് മാറിയെങ്കിലും അമ്മയുടെ അസുഖത്തിനെയൊക്കെ കുടുംബത്തിലുള്ളവർ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കണ്ടീഷൻസ് ആയിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അമ്മയെ കൊണ്ടുവരുന്നതിൽ കുറച്ച് പേർക്കൊരു റിസ്ക് ഫീൽ ചെയ്തിരുന്നു. എൻ്റെ ഉള്ളിൽ എനിക്കും കുറച്ചൊരു പേടിയുണ്ടായിരുന്നു. ഇത്രയും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടൊക്കെ മെഡിസിൻ കഴിക്കുന്ന ആൾ പെട്ടെന്ന് അബ്രപ്റ്റായിട്ട് മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ എന്തെങ്കിലും അറ്റാക്ക് വരികയോ അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയോ അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം എനിക്കായിരിക്കും എന്നുള്ള രീതിയിലൊരു ഫിയർ ഉണ്ടെങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞതിൻ്റെ തീർച്ചയായിട്ടും അതിനകത്തൊരു ദൈവികമായിട്ടുള്ളൊരു അംശം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ മദർ ഇൻ ലോനെ കൊണ്ടുവന്നു. അമ്മ ഈ ട്രീറ്റ്മെൻറ്റ് സ്ഥിരമായിട്ട് എടുക്കാൻ തുടങ്ങി. അമ്മ ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിക്കാരത്തി ഇംഗ്ലീഷ് മെഡിസിൻസ് എടുക്കുന്ന സമയത്തും ഡോക്ടർ എന്താണോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് അത് കൃത്യമായിട്ട് ആഹാരത്തിൻ്റെ രീതിയിലാണെങ്കിലും മെഡിസിൻ്റെ രീതിയിലാണെങ്കിലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന മനസ്സിന് അച്ചടക്കമുള്ള ഒരാളായതുകൊണ്ട് ഇതേ ട്രീറ്റ്മെൻറ്റിൽ സാർ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം പുള്ളിക്കാരത്തി കൃത്യമായിട്ട് അനുസരിക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്തു. അമ്മ ഏകദേശം ഒരു 6 മാസത്തിലധികമായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അമ്മ മെഡിസിൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്തു.
ഭയങ്കര വലിയ റിലീഫായിരുന്നു അമ്മയ്ക്ക്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 7 മാസം പിന്നിടുമ്പോൾ 2500 ടാബ്ലറ്റ്സ് കഴിക്കേണ്ടുന്നൊരു സാഹചര്യമാണ് ഇല്ലാതായിരിക്കുന്നത്. മാത്രമല്ല പുള്ളിക്കാരത്തി കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കുകയും ആഹാരമൊക്കെ ടേസ്റ്റ് അറിഞ്ഞ് ഭക്ഷണം കഴിക്കുകയും കൂടുതൽ ആക്റ്റീവായിരിക്കുകയും കൂടുതൽ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും ഈ ചികിത്സാരീതി വന്ന് അനുഭവിച്ചറിഞ്ഞ് അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായതിന് ശേഷം പഠിക്കണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുവാണ്. ഇതിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇതൊരു വെറും വാക്കായിട്ട് കേൾക്കണ്ട. നിങ്ങൾ അസുഖമുള്ള ഫാമിലിയിലുള്ള ആൾക്കാരെയോ നിങ്ങൾ തന്നെയോ വരിക, മെഡിസിൻസ് നിർത്തുക, ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിൻ്റെ ബെനിഫിറ്റ് സ്വയം തിരിച്ചറിയുക. അതിനുശേഷം ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അറിയാനും കുടുംബങ്ങളിലും സമൂഹത്തിലേക്ക് അത് വ്യാപിപ്പിക്കാനുമായിട്ട് ശ്രമിക്കുക. ദാറ്റ്സ് ഓൾ.